നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ന്യൂനപക്ഷ പ്രീണനം നോക്കണേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുകൊണ്ടാണ്. ഇവിടെ എങ്ങും മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ബംഗളൂരു യലഹങ്കിയിൽ 200ഓളം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് ബുൾഡോസർ ഉരുട്ടിക്കയറ്റിയ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിങ്ങൾക്കറിയാലോ. എങ്ങനെയാണ് ഈ യലഹങ്കിയ എന്ന് പറയുന്ന പാവപ്പെട്ട 1000ഓളം മനുഷ്യരെ അവരുടെ ജീവിതങ്ങളെ ഇല്ലാതാക്കി കൊടും തണുപ്പത്തേക്ക് ഇറക്കിവിട്ട കോൺഗ്രസിന്റെ ആ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് 3 ദിവസം മുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമാണ്. വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെയെങ്ങും ഇല്ലെങ്കിലും അങ്ങ് യലഹങ്കിയിൽ സംഭവിച്ച ആ ബുൾഡോസർ രാജ് കണ്ടിട്ട് അത് ഇക്കഴിഞ്ഞ ഡിസംബർ 20 നടന്നിട്ടും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെയും ഒപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അതെല്ലാം ഹലാൽ ബുൾഡോസർ ആക്കി മാറ്റിയ സന്ദർഭത്തിലാണ് പിണറായി വിജയന്റെ ആ പോസ്റ്റ് വരുന്നത്. ആ പോസ്റ്റ് ഇതേ ഇങ്ങനെയായിരുന്നു. ഒരു 4 ദിവസം മുന്നേ വന്ന പോസ്റ്റാണ്. അതോടുകൂടിയാണ് ബംഗളൂരുവിൽ നടന്ന ഈ നരവേട്ട പുറം ലോകം അറിയുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. കർണാടകയുടെ തലസ്ഥാന നഗരത്തിൽ മുസ്ലിം ജനം വർഷങ്ങളായി താമസിച്ചിരുന്ന ഫക്കീർ കോളനിയും വസിം ലേഔട്ടും ബുൾഡോസർ വെച്ച് തകർത്ത നടപടി അങ്ങേയറ്റം ഞെട്ടലും വേദനയും ഉളവാക്കുന്നതാണ്. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സുക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടത്. കൊടും തണുപ്പിൽ ഒരു ജനതയാകെ തെരുവിലിറക്കപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ നീതി ദക്ഷിണേന്ത്യയിലേക്ക് ചുവടുവച്ച് വരുമ്പോൾ അതിന്റെ കാർമ്മികത്വം കർണാടകയുടെ ഭരണ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് എന്നത് ആശ്ചര്യകരമാണ്. പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കി കൊടുക്കാനും ഒരാളെയും താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടാതിരിക്കാനും മുൻകൈയെടുക്കേണ്ട ഭരണാധികാരികൾ തന്നെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നതിനെ എന്തു പറഞ്ഞാണ് കോൺഗ്രസ് ന്യായീകരിക്കുക? ഈ പോസ്റ്റാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്ത മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിവരം പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള എ റഹീം MP അവിടെ പോകുന്നു, KT ജലീൽ പോകുന്നു. അത് പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പോസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നതിന് പിന്നാലെ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു. അതുവരെ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി, കാര്യം അവരാണല്ലോ ന്യൂനപക്ഷ സംരക്ഷകർ, ആ ന്യൂനപക്ഷ സംരക്ഷകർ ഉൾപ്പെടെ ഒരക്ഷരം ഉരിയാടാതിരുന്ന വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഈ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തിയത് ന്യൂനപക്ഷ പ്രീണനത്തിനാണ്. ഇപ്പോ ഈ ബംഗളൂരുവിൽ കോൺഗ്രസുകാരും ലീഗന്മാരും ചേർന്ന് നടത്തിയ ഈ തെമ്മാടിത്തം, ആ തെമ്മാടിത്തത്തെക്കുറിച്ച് പുറം ലോകത്തെ അറിയിച്ചുകൊണ്ട് ആ മനുഷ്യർക്ക് ഇന്ന് കിടപ്പാടം ഒരുക്കി കൊടുക്കാൻ കർണാടക സർക്കാരിനെ നിർബന്ധിതരാക്കിയത് എന്തിന്റെ പേരിലാണ്? ബംഗളൂരിലുള്ളവരെല്ലാം കൂടി ചേർന്ന് നാളെ CPM ചേരുമെന്നുള്ളത് കൊണ്ടാണോ? അതോ അവർ ഇവിടെ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വോട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണോ? അല്ലല്ലോ. ഈ നാട്ടിൽ അതിക്രമിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം ഇടതുപക്ഷമുണ്ട്. അത് ഏത് സംസ്ഥാനത്തായിരുന്നാലും ശരി, ആ ശബ്ദം ഉയർന്നിരിക്കും. ലീഗിന്റെ തലതൊട്ടപ്പനായ പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞ വാചകത്തിലുണ്ട്. അതായത് ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ആ മനുഷ്യർ യാതൊരു പ്രിവിലേജും ഇല്ലാതെ, അവർക്ക് യാതൊരു അവകാശങ്ങളുമില്ലാതെ തെരുവിന്റെ മക്കളായി വളർന്ന് കയറിക്കിടക്കാൻ ഒരു ചെറിയ കൂരയുള്ളിടത്ത് വൻകിട റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പണവും വാങ്ങി അവരെ രാഖി രാമാനം ഒഴിപ്പിച്ചു കൊടുക്കുന്ന ആ സിനിമാ സ്റ്റൈൽ മോഡൽ ഉണ്ടല്ലോ, കോൺഗ്രസുകാരുടെ ഉള്ളിലെല്ലാം പതിയിരിക്കുന്ന ആ ഹിന്ദുത്വ ആശയവും അല്ലെങ്കിൽ യോഗി മനസ്സും നിങ്ങൾക്ക് ഈ നാട്ടിൽ കാണാൻ പറ്റാവുന്നതാണ്. അതിനെ ലോകത്തറിയിക്കാൻ ഒരു പിണറായി വിജയൻ വേണ്ടി വന്നു. ആ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അത് ഈ ലോകത്തെ മുഴുവൻ ആ ക്രൂര കൃത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരമുണ്ടാക്കി. ഇതിനെയും കേരളത്തിലെ മൗദൂദി സുഡാപ്പികൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ വളഞ്ഞിരുന്ന് പിണറായി വിജയന്റെ ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന പേരിൽ ഒരു ചാപ്പയൊക്കെ അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര വർഗീയവാദിയാക്കാൻ ശ്രമിച്ചാലും, സംഘികൾ ചേർന്ന് സുഡാപ്പിയാക്കാനും സുഡാപ്പികൾ ചേർന്ന് സംഘിയാക്കാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യരോടുള്ള കടപ്പാടും സ്നേഹവുമെന്ന് ആ ഒരൊറ്റ പോസ്റ്റിലൂടെ തെളിയിക്കുകയാണ്. അതിലൂടെയാണ് നീതിരഹിതമായി കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യർക്ക് ഇന്ന് കർണാടക സർക്കാർ നിർബന്ധിതപൂർവ്വം അവരെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വോട്ടും വേണ്ട. പക്ഷേ നിരാലംബരാക്കപ്പെട്ട മനുഷ്യരെ അല്ലെങ്കിൽ അനാഥരാക്കപ്പെട്ട മനുഷ്യരെ സനാഥരാക്കാനുള്ള ഒരു ഇടപെടൽ അതിന് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം തന്നെയാണ് ഇടതുപക്ഷ മനസ്സുകൾക്കുള്ളത്. ക്രെഡിറ്റിനപ്പുറത്തേക്ക് മനുഷ്യരെ ഇന്നത്തെ കാലഘട്ടത്തിലും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന ഇത്തരം മനോഭാവക്കാരാണ് കോൺഗ്രസിനുള്ളിലുള്ളതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ.